അപ്പൊ ഇനി മലയാളം മീഡിയത്തിൽ ഇതൊക്കെ ലസാഗു ഉസാഗു ഒക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ മലയാളത്തിൽ പഠിക്കണ്ടേ? അങ്ങനെ ഞാൻ വീണ്ടും 9ൽ പഠിക്കുക ഒന്നും കൂടി. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിൽ പഠിച്ചാൽ മതി. ഒരു കുഞ്ഞു പീസ് വണ്ടിയിലിരിക്കുന്ന ഒരു അത് വണ്ടി രാത്രിയിലെ സീക്വൻസുകളില് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ഷൂട്ട് തീരുക. കുറച്ച് കഴിയുമ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ മിസ്സായി തുടങ്ങും. 2:30 ആകുമ്പോഴേക്കും 3:30 ആകുമ്പോഴേക്കും. അപ്പോൾ കണ്ടിന്യൂറ്റി മിസ്സാവും. അപ്പോൾ ആർട്ടിസ്റ്റിന് തൊട്ട് ബാക്കിലുള്ളവരെയൊക്കെ നമ്മുടെ ക്രൂവിലുള്ള ആൾക്കാർ തന്നെ ഇരുത്തും. അവര് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഏത് രാവിലെ 6 മണി വരെ ഷൂട്ട് പോയാലും ഷൈൻ ഇവിടെ വന്നിക്ക്, ഇവര് ഇവിടെ വന്നിക്ക്. നമ്മുടെ ഡിക്സൺ ചേട്ടനൊക്കെ ഉണ്ടായില് ആയിരിക്കണേല്, പ്രൊഡക്ഷൻ കൺട്രോൾ ഡിക്സൺ ചേട്ടല്ലേ. അപ്പൊ അങ്ങനെ പിടിച്ചിരുത്തിയതാണ് എന്നെ ആ ബാക്കില്. അല്ലാതെ അത് അഭിനയിക്കാനുള്ള പോർഷനൊന്നുമല്ല. പക്ഷെ ഏറ്റവും ആദ്യം ഫ്രെയിമിൽ വരുന്നത് അങ്ങനെയാ. അത് കാണാൻ നമ്മൾ എല്ലാ ദിവസവും പോയി കാണും. ഇന്ന് നമ്മുടെ തൃശ്ശൂര് രാഗം തിയേറ്ററിലായിരുന്നു നമ്മൾ വന്നു. 2002 ക്രിസ്മസിന് റിലീസ് ആവണ നമ്മൾ. അന്ന് എത്ര പടങ്ങൾ ഉണ്ടായിരുന്നു അറിയോ? കല്യാണരാമൻ, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നന്ദനം, നമ്മൾ, 4 ചിത്രങ്ങൾ ഇറങ്ങി ഓണത്തിന്. ഈ 4ഉം സൂപ്പർ ഹിറ്റ് അടിച്ചു. കല്യാണരാമൻ ഭയങ്കര ഹിറ്റ്, യാത്ര ശ്രദ്ധയ്ക്ക് ഭയങ്കര ഹിറ്റ്, നന്ദനം ഹിറ്റ്, നമ്മൾ ഹിറ്റ്. ഞാൻ അമ്മ പറയണ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ പറയണത് എന്റെ അമ്മ പറയണതല്ല കേൾക്കണ്ട, നിങ്ങളുടെ അമ്മ പറയണത് നിങ്ങൾ കേൾക്കണം. അല്ല, ഞാനൊരു ഇന്റർവ്യൂ കേട്ടിരുന്നു. അതായത് പഠിക്കാൻ അത്യാവശ്യം നല്ല കുട്ടിയായിരുന്നു. ഞാനാ 49, 50 50-ൽ 49 എങ്ങനെയോ മിസ്റ്റേക്ക് ആയിട്ട് കിട്ടിയത് എനിക്ക് ഇംഗ്ലീഷില്. അതെയാ? ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരണം. കാരണം ഇംഗ്ലീഷ് മീഡിയത്തില് 9ാം ക്ലാസ്സിലായപ്പോ, 9ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാം ആയപ്പോ പള്ളിയിലെ അച്ഛൻ വിളിച്ചു. അച്ഛന്മാരുടെ സ്കൂളിൽ വിളിച്ചു, സെന്റ് ജോസഫിൽ തൃശ്ശൂര്. അതെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ പെർസെന്റേജ് അല്ല, ഫുൾ എല്ലാവരും ജയിപ്പിച്ചു വിടൂല, ജയിക്കുന്ന ഉറപ്പുള്ളവരെ മാത്രമേ ജയിപ്പിച്ചു വിടുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ മോനെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ 9ൽ ഒന്നും കൂടി പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മമ്മി ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി, ഇനി സ്വന്തം ഭാഷയിൽ പഠിക്കാം, മലയാളം മീഡിയത്തിൽ. അങ്ങനെ എന്നെ അവിടെ പേര് വെട്ടി മലയാളം മീഡിയത്തിൽ കൊടുത്തു. മലയാളം മീഡിയത്തിൽ വന്നപ്പോൾ അവര് പറഞ്ഞു, ഇത്രയും കാലം ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിച്ചത്, അപ്പൊ ഇനി മലയാളം മീഡിയത്തിൽ ഇതൊക്കെ ലസാഗു ഉസാഗു ഒക്കെ പഠിക്കണ്ടേ, ഇതൊക്കെ മലയാളത്തിൽ പഠിക്കണ്ടേ? അപ്പൊ എനിക്ക് കാണിച്ചു തന്നപ്പോ ഇത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ഇനി 9ൽ പഠിക്കാന്ന്. അങ്ങനെ ഞാൻ വീണ്ടും 9ൽ പഠിക്കുക ഒന്നും കൂടി. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ടീച്ചർ നോക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന ഒരു കുട്ടി, അതായത് പിന്നെ മമ്മി ഇംഗ്ലീഷ് ടീച്ചറും ആ നാട്ടിലെ പൊന്നാനിയിലെ. അപ്പൊ പിന്നെ എനിക്കാകുമ്പോ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഇംഗ്ലീഷൊക്കെ ബാക്കിയുള്ളവരെക്കാളും. കാരണം അവിടെ എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലല്ലേ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷ് മാത്രം ഇംഗ്ലീഷിൽ പഠിച്ചാൽ മതി. അതാകുമ്പോ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അപ്പൊ ഞാൻ പരീക്ഷയിലൊക്കെ അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് തന്നെ അത്യാവശ്യം മുഴുവൻ ഇരുന്ന് പഠിച്ച് പേപ്പർ നല്ല വൃത്തിക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു പരീക്ഷ. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇംഗ്ലീഷിൽ നല്ല രസമാണ്. നമ്മുടെ 4 കോപ്പി എഴുതിയതല്ലേ എത്ര കാലം. അപ്പൊ ടീച്ചർ നോക്കുമ്പോ ഇവന്റെ എല്ലാം ശരിയായിരിക്കും, നോക്കുമ്പോ കുറെ ശരിയാണ്. അപ്പൊ അങ്ങോട്ട് ആ വാശിക്ക് ടീച്ചർ പേപ്പർ കൊണ്ട് മൊത്തം കൂട്ടി നോക്കുമ്പോ 49.